ദിവ്യ, ഇപ്പോൾ ഏതാണ്ട് 4 പാളികൾ മാത്രമാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ദീപാരാധനയ്ക്ക് മുൻപ് മുഴുവൻ പാളിയും പുനഃസ്ഥാപിക്കാനാണ് ശില്പി ഉൾപ്പെടുന്ന സംഘത്തിന്റെ നീക്കം. കാരണം ദീപാരാധന നടത്തുമ്പോൾ ദ്വാരപാലക ശില്പത്തിൽ ഉൾപ്പെടെ സ്വർണ്ണപ്പാളികൾ പതിഞ്ഞ് ശ്രീകോവിലിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ദീപാരാധന പൂജകൾ തുടങ്ങുക. അത്തരത്തിലൊരു പൂർണ്ണമായി പാളികൾ ഘടിപ്പിച്ച ശേഷം മാത്രമാണ് ദീപാരാധന പൂജകൾ ഇന്ന് തുടങ്ങുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പ്രധാന പാളി, അതായത് ദ്വാരപാലക ശില്പത്തിലെ ഏറ്റവും വലിയ പാളിയാണ് ഇപ്പോൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാളി കൂടി ഘടിപ്പിക്കുന്നതോടെ ദ്വാരപാലക ശില്പത്തിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും സ്വർണ്ണത്താൽ പൊതിയപ്പെടുന്നുണ്ട് എന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇനി മുഖം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പതിപ്പിക്കാനുള്ള പാളികളാണ് ഇനി ബാക്കിയുള്ളത്. അത്തരം പാളികൾ ഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഘടിപ്പിച്ച പാളിക്ക് ഏതെങ്കിലും തരത്തിൽ ശില്പവുമായി ചേർന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ അളവുകളൊക്കെ പുനഃക്രമീകരിച്ച ശേഷമായിരിക്കും ഇനിയുള്ള പാളികൾ ഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പാളി ആദ്യം ഒരു തവണ ഘടിപ്പിച്ചതായിരുന്നു. എന്നാൽ അതിൽ ചെറിയ അളവ് വ്യത്യാസങ്ങൾ കണ്ടതിനാലാണ് പിന്നെയും ഈ പാളി അഴിച്ചെടുത്ത് വീണ്ടും പുനഃക്രമീകരിച്ച ശേഷം അളവുകൾ വീണ്ടും ഒരിക്കൽ കൂടി ശരിയാക്കിയ ശേഷം പാളിയിലേക്ക് ഇപ്പോൾ വീണ്ടും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലേക്കുള്ള ഭാഗങ്ങളാണ് ഇനി ഘടിപ്പിക്കാനുള്ളത്. കരിങ്കല്ലാണ്. കരിങ്കല്ലിന് മുകളിൽ ചെമ്പിൽ പൂശിയ സ്വർണ്ണ പാളികളാണ് ഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇതിന്റെ അളവുകൾ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. ആ അളവുകൾ അറ്റകുറ്റപ്പണി സമയത്ത് കൃത്യമായ രീതിയിൽ അളവെടുത്തു തന്നെയാണ് പോയതെങ്കിലും ഇപ്പോൾ സ്വാഭാവികമായി അറ്റകുറ്റപ്പണി പൂർത്തിയായി സംവിധാനത്തേക്ക് വരുമ്പോൾ ശ്രീകോവിലിന്റെ മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലേക്ക് അവ ഘടിപ്പിക്കപ്പെടുമ്പോൾ നേരിയ വ്യത്യാസങ്ങൾ അവയിൽ ഉണ്ടാകാം. ആ നേരിയ വ്യത്യാസങ്ങൾ പോലും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരടങ്ങുന്ന ശില്പിയുടെ സംഘമാണിപ്പോൾ ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതോടൊപ്പം ശാന്തിയുടെയും തന്ത്രിയുടെയും മേൽനോട്ടത്തിലാണ് ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണ്ണപ്പാളി എടുത്ത ശേഷം പൂജകൾ ഉൾപ്പെടെ നടത്തിയ ശേഷമാണ് ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിലേക്ക് ഘടിപ്പിക്കുന്നത്. ഇതൊരു വലിയ ചടങ്ങായി മുൻകാലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നില്ല. 2019 ഇതൊരു വാർത്ത പോലും ആകാതെ പോയിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം ഇതൊരു വലിയ തട്ടിപ്പിനുള്ള വഴിയായി കണ്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ ഇതിലൊരു വലിയ സാധ്യത, തട്ടിപ്പിന്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ തട്ടിപ്പ് ഈ സ്വർണ്ണപ്പാളിയിൽ നടത്തിയത്. ഏതായാലും ഇനി അതുണ്ടാകില്ല, ഇനി അതിനുള്ള പഴുതുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കുമ്പോൾ പറയാൻ കഴിയുക. അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിപ്പോൾ സ്വർണ്ണപ്പാളിയിൽ ഘടിപ്പിക്കാൻ പോവുകയാണ്. ദ്വാരപാലക ശില്പത്തിലെ മുഖം ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിപ്പോൾ ആ ശില്പത്തിലേക്ക് ഘടിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ നേരിയ അളവ് വ്യത്യാസങ്ങൾ മാത്രം പരിഹരിച്ചുകൊണ്ട് അവ എത്രയും വേഗം ശില്പത്തിലേക്ക് ഘടിപ്പിക്കാനുള്ള വളരെ തിടുക്കപ്പെട്ടുള്ള പഴുതടച്ച പണികളിലാണ് നിലവിലെ ശില്പികൾ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിപ്പോൾ ദ്വാരപാലക ശില്പത്തിലേക്ക് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ മുഖം ഉൾപ്പെടുന്ന ഭാഗം ഇതാ പതിപ്പിച്ചു കഴിഞ്ഞു. അതിലെ നേരിയ അളവ് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവ അല്പസമയത്തിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടും. പരിഹരിച്ച ശേഷം ഉടൻ തന്നെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ പാളി പുനഃസ്ഥാപനം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ ശില്പികൾ. ദീപാരാധന സമയത്തിനുള്ളിൽ തന്നെ ഇവ പൂർത്തിയാക്കണം എന്നാണ് കൃത്യമായി ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അത്തരത്തിലുള്ള വളരെ വേഗത്തിലുള്ള നീക്കങ്ങളുമായാണ് നിലവിൽ ശില്പികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ശില്പങ്ങളിലും ഏതാണ്ട് ഒരേ സമയം തന്നെ ഈ പാളികൾ ഘടിപ്പിക്കാനുള്ള നീക്കമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ മുഖവും കൈകളും അടക്കമുള്ള പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പാളി ഇപ്പോൾ പതിപ്പിച്ചു കഴിഞ്ഞു. നേരിയ വ്യത്യാസം പോലും ഇല്ലാതെ അവ ഘടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അളവ് വ്യത്യാസമുണ്ടെങ്കിൽ അവ പരിഹരിച്ച ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഈ പാളി പതിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അവർ. ഏതായാലും ഒരു ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തുള്ള ദ്വാരപാലക ശില്പം ഏതാണ്ട് പൂർണ്ണമായും സ്വർണം പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് പറയാൻ കഴിയുന്നത്. ശില്പി അതിലുള്ള തിടുക്കപ്പെട്ട പണികളിലാണ്. സുവർണ്ണ ശോഭയിലേക്ക് മുഴുവൻ ഭാഗവും തുടങ്ങിയ പാണികൾ
നന്ദുഷ പൂർണ്ണ നൽകാനായി ചേരുന്നു സന്നിധാനത്ത് നിന്ന്. നന്ദുഷ, അവസാന പാളിയും സ്ഥാപിച്ചു കഴിഞ്ഞു. നന്ദുഷ കേൾക്കാമോ? ഇപ്പോൾ അവസാന പാളിയും ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ദിവ്യ, ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തുള്ള ദ്വാരപാലക ശില്പത്തിലെ അവസാന പാളിയും ഘടിപ്പിച്ചു കഴിഞ്ഞു. കിരീടം ഉൾപ്പെടുന്ന മുഖം ഉൾപ്പെടെയുള്ള മുഖത്തിന് ചുറ്റുമുള്ള ശില്പത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗത്തെ പാളികൾ പൂർണ്ണമായും ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ശബരിമല ശ്രീകോവിലിന്റെ പൂർണ്ണത. കാര്യം കാലങ്ങളായി, വർഷങ്ങളായി, ഏതാണ്ട് പതിറ്റാണ്ടുകളായി നമ്മൾ ദൃശ്യങ്ങളിലൂടെയും അതോടൊപ്പം നേരിട്ട് ഈ സന്നിധാനത്ത് വന്നും കണ്ട് പഴകിയതാണ് ഈ തങ്കമണിഞ്ഞ, പൊന്നണിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങൾ. ഈ ശില്പങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ശബരിമലയിലെ സന്നിധാനത്തിന് അല്ലെങ്കിൽ ഈ ശ്രീകോവിലിന്റെ അഴക് അല്ലെങ്കിൽ അതിന്റെ ചൈതന്യം വർദ്ധിക്കുകയുള്ളൂ. ആ ചൈതന്യത്തിന് മങ്ങലേൽപ്പിക്കാൻ ഇനിയും ഈ വിവാദങ്ങൾക്കായിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ സ്വർണ്ണ പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ചൈതന്യത്തിന്റെ, ശബരിമലയുടെ തിളക്കം വിവാദങ്ങൾ കൊണ്ടില്ലാതാക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപനത്തിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്, വ്യക്തമായി കാണാൻ കഴിയുന്നത്. ഭക്തർക്ക് ഒരാശങ്കയും വേണ്ടതില്ല. കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടും. ആ ദിവസം തന്നെ ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അതിന്റെ തെളിവ് തന്നെയാണ്. ഏതായാലും വഴിതടച്ച ഈ സന്നിധാനത്ത് മറ്റൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടം കൊടുക്കാത്ത തരത്തിൽ ഈ സന്നിധാനത്ത് വീണ്ടും ഹൈക്കോടതിയുടെയും നിയമത്തിന്റെയും ഒക്കെ ഒരു പുനഃസ്ഥാപനം കൂടിയാണ് ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപനത്തിലൂടെ ആ ദിവസം തന്നെ സ്ഥാപിക്കാൻ കഴിയുന്നത്. ഏതായാലും തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു വരികയാണ്. നന്ദുഷയാണ്